നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചൽ BEd സെന്ററിൽ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കോൺഫറൻസ് ഹാളിന് പിന്നിൽ വൻ അഴിമതിയെന്ന് ആരോപണം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. അഞ്ചൽ BEd സെന്ററിൽ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കോൺഫറൻസ് ഹാളിന് പിന്നിൽ വൻ അഴിമതിയെന്ന് ആരോപണം. ആഭ്യന്തര വകുപ്പിന് ലക്ഷണക്കേടായി പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടം സംരക്ഷണമില്ലാതെ നശിക്കുന്നു. മന്ത്രിയെ തടഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പോലീസ് കേസെടുക്കണമെന്ന ആവശ്യവുമായി CPI രംഗത്ത്. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഹിന്ദു അവകാശ സംരക്ഷണ യാത്രയ്ക്ക് അഞ്ചലിൽ സ്വീകരണം നൽകി. അഞ്ചൽ പഞ്ചായത്തിലെ മാർക്കറ്റ് ജംഗ്ഷൻ 15-ാം വാർഡ് ADS വാർഷികം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഭായി നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. അഞ്ചൽ BEd സെന്ററിൽ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കോൺഫറൻസ് ഹാളിന് പിന്നിൽ വൻ അഴിമതിയെന്ന് ആരോപണം. കേരള യൂണിവേഴ്സിറ്റിയുടെ അഞ്ചൽ BEd സെന്ററിൽ MLA ഫണ്ടിൽ നിന്നും 33 ലക്ഷം രൂപ ചെലവഴിച്ച് പണികഴിപ്പിക്കുന്ന കോൺഫറൻസ് ഹാളിന് പിന്നിൽ അഴിമതിയാണെന്ന് ആരോപണം. 33 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കോൺഫറൻസ് ഹാളിന് പക്ഷേ അത്രയും തുക ചെലവ് വരില്ലെന്നാണ് ആക്ഷേപം. നിലവിലുള്ള കെട്ടിടത്തിന്റെ മുകൾ ഭാഗം റൂഫ് ചെയ്ത് തറയിൽ ടൈൽ പാകാനാണ് പദ്ധതി. ഇതിനായി 33 ലക്ഷം രൂപ അനുവദിച്ചത്. എന്നാൽ പണിയാൻ ഉദ്ദേശിക്കുന്ന കോൺഫറൻസ് ഹാളിന് 33 ലക്ഷത്തിന്റെ 1/4 പോലും ചിലവാക്കേണ്ടി വരില്ലെന്നാണ് ആക്ഷേപം. നിലവിലുള്ള കെട്ടിടത്തിന് മുകളിലായാണ് കോൺഫറൻസ് ഹാൾ നിർമ്മിക്കുന്നത്. ഇതിനായി പുതുതായി അടിസ്ഥാനം നിർമ്മിക്കേണ്ടതില്ല. ഈ സാഹചര്യത്തിൽ കോൺഫറൻസ് ഹാളിനായി 33 ലക്ഷം രൂപ ചെലവ് വരില്ലെന്നാണ് വിലയിരുത്തൽ. MLA ഫണ്ടിൽ നിന്നും 33 ലക്ഷം രൂപ മുടക്കി നിർമ്മിക്കുന്ന കോൺഫറൻസ് ഹാളിന് തുക അനുവദിച്ച MLAക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ BEd സെന്ററിന് സമീപത്തായി സ്ഥാപിച്ചിട്ടുണ്ട്. ചെലവ് കുറഞ്ഞ കോൺഫറൻസ് ഹാളിനായി 33 ലക്ഷം രൂപ അനുവദിച്ചതിനു പിന്നിൽ അഴിമതിയുണ്ടെന്നും അഴിമതിക്ക് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ കണ്ടെത്തണമെന്നുമാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ മാർക്കറ്റ് ജംഗ്ഷൻ 15-ാം വാർഡ് ADS വാർഷികം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഭായി നിർവഹിച്ചു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് മാർക്കറ്റ് ജംഗ്ഷൻ 15-ാം വാർഡ് ADS വാർഷികം സംഘടിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഭായി ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാവരും ആഴ്ചയിൽ ഒരിക്കൽ ഈ കുടുംബശ്രീക്ക് പോകുന്നത് വളരെ വിഷമമില്ല, വളരെ ശങ്കിച്ച് പാട്ടും പതുങ്ങിയും ഏതെങ്കിലും വീട്ടിൽ വെച്ച് കൂടുകയായിരുന്നു. എന്നാൽ ഒരു 2005 നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ കുടുംബശ്രീയുടെ മാതൃക കാട്ടിക്കൊണ്ട് നമ്മുടെ അതേ ബൈലയിൽ തന്നെ നിന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പുരുഷ സ്വയം നമ്മളെ കളിയാക്കിയ നമ്മുടെ വീട്ടിലെ ഉൾപ്പെടെയുള്ള പുരുഷ സഹോദരന്മാർ ആ മാതൃക പിന്തുടർന്നുകൊണ്ട് പുരുഷ സ്വയം സഹായ സംഘങ്ങൾ ആരംഭിക്കുവാൻ തുടങ്ങി. അപ്പം അതിനുശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതൃത്വത്തിൽ അതുപോലെ മത സംഘടനകളുടെ നേതൃത്വത്തിൽ ഒക്കെ നമ്മുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് പലതരത്തിലുള്ള സ്വയം സഹായ സംഘങ്ങൾ ആരംഭിക്കുകയാണ് ചെയ്തത്. ADS പ്രസിഡന്റ് നസീമ താജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N അനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ A സക്കീർ ഹുസൈൻ, തോയ്ത്തല മോഹനൻ, P സീന, KR രജനി തുടങ്ങിയവർ സംസാരിച്ചു. ADS അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ആഭ്യന്തര വകുപ്പിന് ലക്ഷണക്കേടായി പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടം സംരക്ഷണമില്ലാതെ നശിക്കുന്നു. കുളത്തൂപ്പുഴയിൽ പോലീസ് സ്റ്റേഷനും സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസും സ്ഥിതി ചെയ്യുന്ന വളപ്പിലാണ് പഴയ കോട്ടേഴ്സ് കെട്ടിടം സംരക്ഷണമില്ലാതെ പൊട്ടിപ്പൊളിഞ്ഞ് നാശമായി കിടക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് താമസിക്കുന്നതിനായി പണി കഴിപ്പിച്ച 4 കോട്ടേഴ്സുകളിൽ ഒന്നാണ് ഇപ്പോൾ തകർന്ന നിലയിൽ ലക്ഷണക്കേടായി തുടരുന്നത്. മറ്റ് കോട്ടേഴ്സ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയാണ് സർക്കിൾ ഇൻസ്പെക്ടറുടെ കാര്യാലയവും പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടവും പണി കഴിപ്പിച്ചത്. എന്നാൽ ഈ പുതിയ കെട്ടിടങ്ങളെ മറച്ചുകൊണ്ട്
പൊളിച്ചുമാറ്റാൻ ബാക്കിയായി ഒരു കെട്ടിടം മുറ്റത്ത് തകർന്ന നിലയിൽ തുടരുകയായിരുന്നു. കുളത്തൂപ്പുഴ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ പുതിയ കെട്ടിടത്തിലേക്ക് കാര്യാലയം മാറ്റുന്നതിന് മുൻപ് വരെ ഇപ്പോൾ തകർച്ച നേരിടുന്ന ഈ ക്വാർട്ടേഴ്സിലാണ് പ്രവർത്തിച്ചിരുന്നത്. CIയുടെ കാര്യാലയം പുതിയ കെട്ടിടം പൂർത്തിയായി അങ്ങോട്ട് മാറ്റിയ ശേഷം ഇവിടെ പോലീസുകാരുടെ വിശ്രമ കേന്ദ്രമായി കുറച്ചുനാൾ ഉപയോഗിച്ചിരുന്നു. ആധുനിക സൗകര്യങ്ങളോടെ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ കുളത്തൂപ്പുഴയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ കെട്ടിടം സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിച്ചതോടെ ഈ കെട്ടിടം പോലീസുകാരും ഉപേക്ഷിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ സർക്കിൾ ഓഫീസിന് സമീപം മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 9495042901. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് S. ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മണ്ണളി ജ്വല്ലേഴ്സ്. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. തെക്കൻ കേരളത്തിൽ വിലക്കുറവിന് പേരുകെട്ട വസ്ത്രവ്യാപാരശാലകൾ. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. ഗാനം സാരീസ്, മെഗാ ഡിസ്കൗണ്ട് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും എന്നും അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഹിന്ദു അവകാശ സംരക്ഷണ യാത്രയ്ക്ക് അഞ്ചലിൽ സ്വീകരണം നൽകി. ഓഗസ്റ്റ് 10 മുതൽ 13 വരെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന ഹിന്ദു അവകാശ സംരക്ഷണ ഉപരോധ സമരത്തിന്റെ ഭാഗമായി ഹിന്ദു അവകാശ സംരക്ഷണ യാത്രയ്ക്ക് അഞ്ചലിൽ സ്വീകരണം നൽകി. പക്ഷെ നാളിതുവരെ ഇനി ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ ഉമ്മൻചാണ്ടി സർക്കാർ ഈ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തെ അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ദുഃഖകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ആ രാജ്യത്ത് ജീവിക്കുന്ന ഭൂരിപക്ഷം ജനത ജീവിക്കാൻ വേണ്ടി സമരം ചെയ്യേണ്ടി വരിക, അവന്റെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിന് വേണ്ടി സമരം ചെയ്യിക്കേണ്ടി വരിക, അവന്റെ ബന്ധുക്കളെ മരണപ്പെട്ടാൽ അടക്കം ചെയ്യുന്നതിന് വേണ്ടി സമരം ചെയ്യേണ്ടി വരിക, അവന് നല്ല ചികിത്സ കിട്ടുന്നതിന് വേണ്ടി സമരം ചെയ്യേണ്ടി വരിക, താമസിക്കാൻ വീടിന് വേണ്ടി സമരം ചെയ്യേണ്ടി വരിക. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കുകയാണ്, ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ആ നാട്ടിലെ ഭൂരിപക്ഷം ജനതയ്ക്ക് ഈ ഒരു ഗതികേടുണ്ടെങ്കിൽ അത് ഈ ഭാരതത്തിൽ താമസിക്കുന്ന ഹിന്ദുമത വിശ്വാസികളായ ഈ ജനതയ്ക്ക് മാത്രമാണ്. ശനിയാഴ്ച അഞ്ചൽ മുക്കട ജംഗ്ഷനിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഹിന്ദു ഐക്യവേദി നേതാക്കളായ മഞ്ഞപ്പാറ സുരേഷ്, MK അജയൻ, മോഹൻലാൽ, പ്രേമൻ, പ്രശാന്ത്, ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മന്ത്രിയെ തടഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പോലീസ് കേസെടുക്കണമെന്ന ആവശ്യവുമായി CPI രംഗത്ത്. കഴിഞ്ഞ ദിവസം കുളത്തൂപ്പുഴ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തിനെത്തിയ ആരോഗ്യ വകുപ്പ് മന്ത്രി VS ശിവകുമാറിനെ തടയുകയും കയറിപ്പിടിക്കുകയും ചെയ്ത
കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുഭിലാഷ് കുമാറിനെതിരെ പോലീസ് കേസെടുക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും സ്വന്തം പാർട്ടിക്കാരനായ മന്ത്രിയെ തടഞ്ഞുകൊണ്ട് ജാള്യത മറയ്ക്കാനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രമിക്കുന്നതെന്നും CPI കുളത്തൂപ്പുഴ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി പത്രക്കുറിപ്പിൽ ആരോപിക്കുന്നു. മൂന്നാം തര ഗുണ്ടകളുടെ നിലവാരത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പെരുമാറിയതെന്നും 5 വർഷം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സുഭിലാഷ് കുമാറിന് സ്വന്തം പാർട്ടിയിലെ ഒരു മന്ത്രിയെ പോലും കൊണ്ടുവന്ന് വികസന മികവ് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും CPI ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് കോളേജ് ജംഗ്ഷൻ 10ാം വാർഡ് ADS വാർഷികം സംഘടിപ്പിച്ചു. പരിപാടി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് കോളേജ് ജംഗ്ഷൻ 10ാം വാർഡ് ADS വാർഷികം സംഘടിപ്പിച്ചു. ശനിയാഴ്ച നടന്ന പരിപാടി അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് A. സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മാറുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളും. 17 വർഷക്കാലമായി നമ്മൾ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഇന്ന് നമ്മൾ പച്ചക്കറി മേടിച്ച് കഴിക്കുന്നത് മലക്കറി കടയിൽ ചെന്ന് വിഷം അടിച്ചിട്ടുള്ള കൊണ്ടുവരുന്ന പച്ചക്കറി മാത്രമേ നമ്മൾ മേടിക്കുന്നുള്ളൂ. നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, പിന്നെ കുടുംബശ്രീയുടെ ജില്ലാ മിഷനും സംസ്ഥാന മിഷനും പറയുന്നുണ്ട്, നിങ്ങൾ JLG ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഈ പ്രദേശത്ത് തരിശു കിടക്കുന്ന ഭൂമികൾ ഏറ്റെടുത്ത് അവിടെ ജൈവ പച്ചക്കറി കൃഷി നടത്തുവാനുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരാം, വിത്തും വളവും തരാം, അതിന് വേണ്ടുന്ന കീടനാശിനി തരാം, അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യാം. പക്ഷെ നമ്മളാരും അതിനൊന്നും തയ്യാറാവാൻ മനസ്സില്ല നമുക്ക് എന്നുള്ളതാണ് സത്യം. അപ്പൊ ആ മനസ്സില്ലായ്മ മാറി നമ്മുടെ നാട്ടിലെ പിന്നെ സാമൂഹ്യ പശ്ചാത്തലം അത് പാരിസ്ഥിതികമായി സംരക്ഷിച്ചുകൊണ്ട് പ്രധാനമായി നമ്മളെ രോഗികളാക്കുന്നത് നമ്മുടെ ആഹാര ശീലങ്ങളും ജീവിത ശൈലിയുമാണ്. നമ്മുടെ ജീവിത ശൈലിയും നമ്മുടെ ആഹാരപ്പെടുത്താൻ നമ്മൾ പരിശ്രമിച്ചാൽ, അയൽക്കൂട്ടങ്ങൾ തയ്യാറായാൽ സ്വയം പര്യാപ്തതയിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ADS പ്രസിഡന്റ് മഞ്ജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന വാർഷിക പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ശാന്തിനി, ADS സെക്രട്ടറി തങ്കമണി, ADS അംഗം സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഞ്ചൽ BEd സെന്ററിൽ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കോൺഫറൻസ് ഹാളിന് പിന്നിൽ വൻ അഴിമതിയെന്ന് ആരോപണം. ആഭ്യന്തര വകുപ്പിന് ലക്ഷണക്കേടായി പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടം സംരക്ഷണമില്ലാതെ നശിക്കുന്നു. മന്ത്രിയെ തടഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പോലീസ് കേസെടുക്കണമെന്ന ആവശ്യവുമായി CPI രംഗത്ത്. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഹിന്ദു അവകാശ സംരക്ഷണ യാത്രയ്ക്ക് അഞ്ചലിൽ സ്വീകരണം നൽകി. അഞ്ചൽ പഞ്ചായത്തിലെ മാർക്കറ്റ് ജംഗ്ഷൻ 15ാം വാർഡ് ADS വാർഷികം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഭായി നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്ത് എവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിനായി ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.